മൈനാഗപ്പള്ളി സംഭവത്തിലെ പ്രധാന പ്രതി അജ്മലിനെതിരെ കൂട്ടുപ്രതി ശ്രീകുട്ടി. കുഞ്ഞു മോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന ഡോക്ടർ ശ്രീകുട്ടിയുടെ വെളിപ്പെടുത്തൽ മാതൃഭൂമി ന്യൂസിന്. കാർ കയറ്റിയിറക്കാൻ പറഞ്ഞു എന്നത് അജ്മലിനെ രക്ഷപ്പെടാനുള്ള തന്ത്രമാണ്. അജ്മൽ നിർബന്ധിച്ച് ലഹരി കഴിപ്പിച്ചു എന്നും ശ്രീകുട്ടി പറയുന്നു. അതിന്റെയും കൂടുതൽ വിവരങ്ങൾ കണ്ണനായർ തന്നെ നൽകും. കണ്ണനായർ, ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത് പറഞ്ഞായിരുന്നല്ലോ ഒഴിയാൻ ശ്രമിച്ചത് ഈ പ്രതി. ഒപ്പമുണ്ടായിരുന്നയാൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീകുട്ടിയെയും അജ്മലിനെയും ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ആദ്യം തന്നെ പോലീസ് ചെയ്ത് തെളിവെടുക്കുക എന്നുള്ള നടപടിയാണ്. അത് പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ വൈകിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചത്. നേരത്തെ അവർ ആദ്യം പോലീസിന്റെ തുടക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയ സമയത്തൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല ശ്രീകുട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ കുറവ് വ്യക്തത വരുത്തുകയാണ്. ശ്രീകുട്ടി നിർദ്ദേശിച്ച അനുസരിച്ചാണ് കാർ മുന്നോട്ടെടുത്തതെന്നായിരുന്നു സ്ഥലവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ നൽകിയ മൊഴി. അജ്മലും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കുഞ്ഞുമോൾ കാറിൻ്റെ അടിയിലുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. താൻ അങ്ങനെ കാർ മുന്നോട്ടെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളും 20 ലക്ഷത്തോളം രൂപയും ഇയാൾ സ്വന്തമാക്കിയിരുന്നു. അത് തിരികെ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കൂടെ നിന്നത്. ചില സമയങ്ങളിലൊക്കെ തന്നെ ഇയാൾ നിർബന്ധിച്ച് തന്നെ മദ്യം കഴിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ അയാൾ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ നിർബന്ധിച്ച് മദ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഭാഗത്ത് നിന്ന് ഈ അപകടത്തിൽ യാതൊരു തരത്തിലുള്ള കുറ്റവും ഇല്ല എന്നുള്ളതാണ് ശ്രീകുട്ടി ഇപ്പോൾ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. നാളെ വൈകിട്ട് 5 മണി വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള അവസരം പോലീസിനുള്ളത്. ആ സമയത്ത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം ഒരു സാധുവായിട്ടുള്ളൊരു സ്ത്രീയെ, 45 വയസ്സുള്ള കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ആദ്യം അവരെ ഇടിച്ച് വീഴ്ത്തി, അതിനുശേഷം അവരുടെ ശരീരത്തിലൂടെ കാർ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നിലവിളിച്ചും അലമുറയിട്ടുമൊക്കെ തന്നെ ഈ കാറിൽ കയറ്റിക്കൊണ്ട് അവരുടെ ശരീരത്തിലൂടെ കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് പോലും അത് പരിഗണിക്കാതെ ഇയാൾ കാർ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ആ സംഭവത്തിൽ ഉണ്ടായത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇന്നലെ കോടതി 2 ദിവസത്തേക്കാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് വീണ്ടും ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ആദ്യം ഇവരെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. മാത്രമല്ല, ഇവർ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അക്കാര്യം ഇന്നലെ കോടതിയിൽ പ്രോസിക്യൂട്ടർ പറയുകയും ചെയ്തു. ഇവർ MDMA ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂട്ടർ ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. അക്കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി പോലീസ് ഇപ്പോൾ അവരുടെ രക്തസ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലവും വരും ദിവസങ്ങളിൽ ലഭിക്കും. ഇപ്പം തന്നെ ഇവർ 14-ാം തീയതി താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ നിന്ന് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഒരു രാസലഹരി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ട്യൂബും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്.